രാവിലെ തന്നെ സൂര്യൻ വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഗാർഡൻ ഇഷ്ടമാണോ? ഗാർഡൻ മിക്കുള്ളവർക്കും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ മെയിൻറ്റെയിൻസ് ചെയ്ത് കൊണ്ടുപോകാനോ ഇഷ്ടമായിരിക്കണമെന്നില്ല, അല്ലേ? ഞാനും ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരാളായിരുന്നു പണ്ട്. ആദ്യമൊക്കെ ചെടികൾ എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ മണ്ണിലാണ് നട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് പോട്ടുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. ക്യാഷിനേക്കാളുപരി അത് എവിടെ നിന്ന് വാങ്ങണമെന്നോ എങ്ങനെ വാങ്ങണമെന്നോ ആ ഒരു സമയത്ത് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് മണ്ണിൽ നിന്ന് പോട്ട്സിലോട്ട് എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ഞാനിപ്പോൾ എല്ലാ ചെടികളും പോട്ട്സിലാണ് നടുന്നത്. എല്ലാ ആൾക്കാർക്കും കടയിൽ പോയി എല്ലാ പ്ലാന്റ്സും വാങ്ങണമെന്നില്ല. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ പല പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് പ്ലാന്റുകളാണ്. ആ പ്ലാന്റിൻ്റെ കട്ടിങ്സ് കൊണ്ടുവന്ന് ഞാൻ ഇതുപോലെ കുഞ്ഞു പോട്ടിൽ നട്ട് അതിനെ കിളിപ്പിച്ചെടുക്കും. എന്നിട്ട് ആ പ്ലാന്റിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ കട്ടിങ്സ് വെച്ച് ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ള 3 പ്ലാന്റ്സാണ് ഇതൊക്കെ. ഇതിൽ ആദ്യം കാണിച്ചത് പെഡിലാന്തസ് വെറൈറ്റിയിലെ പെട്ട ഒരു പ്ലാന്റാണ്. അത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത് കൂടാതെ എൻ്റെ കയ്യിൽ അതിൻ്റെ കേളി പെഡിലാന്തസ് കൂടിയുണ്ട്. അതാണ് ഈ കാണുന്നത്. ഈ പ്ലാന്റ് കേളി പെഡിലാന്തസ് ആണ് ഇതിൻ്റെ പേര്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഏറ്റവും നല്ലതുപോലെ ബുഷിയായിട്ട് പോട്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്ലാന്റാണിത്. അരേലിയ പ്ലാന്റ്സ് 2 രീതിയിലുണ്ടല്ലേ. അതിലോരോ അരേലിയ പ്ലാന്റ്സ് ഞാൻ കട്ടിങ്സ് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മുമ്പ് ഒരുപാട് 10 മണീൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ടൈമിൽ എനിക്കിതൊന്നും നോക്കാൻ പറ്റാണ്ട് എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ 10 മണി കളക്ഷൻസ് എല്ലാം ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് ഇപ്പോൾ പഴയ പോലെ ആയി വരുന്നുണ്ട്. ടർട്ടിൽ വൈൻ മിക്കുള്ളവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റാണ്. അത് നമ്മുടെ കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയി എല്ലാ വീടുകളിലും തന്നെ ഉണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞ് വീണ്ടും ഈ 10 മണികളും ടർട്ടിൽ വൈനും ഒക്കെ ഒരു ടൈമിൽ ഭയങ്കര ഹൈപ്പിൽ നിന്നെങ്കിലും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ മറന്നുപോയി. എല്ലാവരും ആദ്യം കാണുന്ന ഒരു ഇംപ്രഷനിൽ പല കാര്യങ്ങളും ചെയ്ത് കൂട്ടാറുണ്ട്. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ എല്ലാവർക്കൊന്നും പറ്റണമെന്നില്ല. പലരും അതിന് ശ്രമിക്കാറില്ല. ആദ്യം തുടങ്ങുന്ന ആ ഒരു നമ്മൾ ചെയ്യുന്ന ആ ഒരു എഫേർട്ട് പിന്നീട് ഉണ്ടാവണമെന്നില്ല. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയുന്നൊരു കാര്യമാണ്, അത് മുന്നോട്ട് അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ മാത്രം നീ ആ ഒരു കാര്യം ചെയ്യുക എന്നുള്ളത്.